അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ പല വഴിയിലൂടെ സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതായത് സ്വതക്കകൾ നൽകാറുണ്ട്, പള്ളിയെ സഹായിക്കാറുണ്ട്, പാവങ്ങളെ സഹായിക്കാറുണ്ട്, ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. എന്നാൽ ഏത് വഴിയിലൂടെ നമ്മൾ ചെലവഴിക്കുന്ന ചെലവിനാണ് ഏറ്റവും പ്രതിഫലം അള്ളാഹുവിൻ്റെ അടുത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടാവുക? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പള്ളിക്ക് സഹായിക്കലിലൂടെയാണോ, പാവങ്ങളെ സഹായിക്കലിലൂടെയാണോ, അല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തലിലൂടെയാണോ? ഏത് വഴിയിലൂടെ സഹായിച്ചാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ടുള്ള ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ കൊണ്ടുവരുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ആ ഹദീസ് വരുന്നുള്ളത്. ആ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ് വദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബത്തിൻ വദീനാറുൻ തസദ്ദഖതു ബിഹി അലാ മിസ്കീനിൻ വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക. അതായത് ഒരാൾ ഒരു ദീനാർ ചെലവഴിക്കുകയാണ് ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിലൂടെ. അള്ളാഹുവിന്റെ വഴിയിലൂടെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വഴിയിൽ യുദ്ധം ചെയ്യുന്ന യുദ്ധത്തിന് വേണ്ടി ചെലവഴിച്ചു. അള്ളാഹുവിന്റെ വഴിയിലൂടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് നിലനിർത്താൻ വേണ്ടിയുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിന് വേണ്ടി ഒരാൾ ഒരു ദീനാർ സഹായിച്ചു. അതുപോലെ തന്നെ അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി ഒരാൾ ദീനാർ സംഭാവന ചെയ്തു. അടിമയെ മോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ആ അടിമയെ മോചിപ്പിക്കുന്ന കാര്യത്തിലേക്ക് ഒരാൾ ദീനാർ സഹായം ചെയ്തു. അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയും ഒരു ദീനാർ സംഭാവന ചെയ്തു. പാവങ്ങളെ സഹായിക്കുക എന്ന് പറയുന്നതും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പൊ ആ വഴിയിലൂടെയും ഒരാൾ ദീനാർ സഹായിച്ചു. അതുപോലെ തന്നെ സ്വന്തം അഹിലുകാർക്ക് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി ഒരാൾ ദീനാർ സഹായിച്ചു. അതായത് നമ്മുടെ വീട്ടിലുള്ള ഭാര്യ, മക്കള്, മാതാപിതാക്കള്, അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിന്, അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾക്ക് വേണ്ടി ദീനാർ സഹായിച്ചു. എന്നാൽ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അഅ്ളമുഹ അജ്റ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക. ഇവിടെ യുദ്ധത്തിന് ചെലവഴിച്ചതിന് നല്ല പറഞ്ഞത്, അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്തതിന് നല്ല പറഞ്ഞത്, പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊടുത്തതിന് നല്ല പറഞ്ഞത്, നിന്റെ അഹ്ലുകാർക്ക് വേണ്ടി നീ കൊടുത്ത ആ ഒരു ദീനാറുണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രതിഫലമുള്ളത്. അതായത് നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി, നമ്മുടെ ഭാര്യ, മക്കൾ, മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന ആ ചെലവുണ്ടല്ലോ, അതിനാണ് ഏറ്റവും പ്രതിഫലമുള്ളത്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കണ്ട എന്നുള്ളതല്ല വിഷയം. നമ്മൾ ഈ കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് നമ്മുടെ വീട്ടുകാർക്ക് കൊടുക്കുന്നതിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില ആളുകളുണ്ട് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പരിഗണിക്കാതെ നാട് നന്നാക്കാൻ നടക്കുന്ന ചില ആളുകൾ. അങ്ങനെയല്ല വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആദ്യം സ്വന്തം വീട്ടിലേക്ക് നിങ്ങൾ ചെലവഴിക്ക്. ഭാര്യ, മക്കൾക്ക് നീ ചെലവിന് കൊടുക്ക്, മാതാപിതാക്കൾക്ക് നീ ചെലവിന് കൊടുക്ക്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ള ആളുകളെ നീ പരിഗണിക്കേണ്ടത്. അതും നമ്മൾ പരിഗണിക്കുമ്പോൾ ഒക്കെ അള്ളാഹുവിന്റെ അടുത്തു നിന്നും എനിക്ക് പ്രതിഫലം കിട്ടണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. ആ ഒരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ വേണം. എന്നാലേ എന്തിനും നമുക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, നീ നിന്റെ കുടുംബത്തിന് കൊടുക്കുന്ന, അതായത് നിന്റെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ഉരുള ഭക്ഷണമാണെങ്കിലും അതിനും നിനക്ക് പ്രതിഫലം കിട്ടാതെ പോകുന്നില്ല. നിന്റെ കുടുംബത്തിന് നീ ചെലവഴിക്കുന്ന ഓരോ ദിർഹമിനും, ഓരോ ഭക്ഷണത്തരികൾക്കും അള്ളാഹു അതിൻ്റെതായ പ്രതിഫലം നൽകുന്നുണ്ട്. അപ്പോ ആദ്യമായി നമ്മുടെ വീട് പരിഗണിച്ചിട്ട് പിന്നെ നമുക്ക് പുറത്ത് പരിഗണിക്കുക. അപ്പൊ ആദ്യമായി നമ്മൾ വീട് പരിഗണിച്ചിട്ടാണ് മറ്റുള്ളവരെ പരിഗണിക്കേണ്ടത്. അല്ലാതെ വീട്ടിലുള്ള ആളുകളെ നോക്കാതെ, വീട്ടിലുള്ള ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാതെ, പുറമെയുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അതിലൂടെ നമ്മൾ മറ്റുള്ള ആളുകളെ പരിഗണിക്കാതെയും ഇരിക്കരുത്. ആദ്യമായി നമ്മുടെ വീട് നോക്കുക, പിന്നെ മറ്റുള്ള ആളുകളെ പരിഗണിക്കുക. അതുകൊണ്ട് പള്ളിയിലേക്ക് കൊടുക്കരുതെന്നോ, ചാരിറ്റിക്ക് കൊടുക്കരുതെന്നോ, പാവങ്ങളെ സഹായിക്കരുതെന്നോ ഒന്നും ഇതിന് അർത്ഥമില്ല. ആദ്യം നമ്മളെ വീട്ടുകാർക്ക് കൊടുത്തിട്ട്
ബാക്കിയുള്ള ആളുകളെ നമ്മൾ തീർച്ചയായും പരിഗണിക്കണം. അതിനൊക്കെ ഒരുപാട് പ്രതിഫലമുണ്ട്. അത് അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുമുണ്ട്. അള്ളാഹു താല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു താല ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ കാര്യത്തിലും അള്ളാഹു താല ഖൈറും ബറക്കത്തും അധികരിപ്പിച്ച് സന്തോഷവും സമാധാനവും നൽകുമാറാവട്ടെ. എല്ലാ വിധത്തിലും വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.